ബഹുമാന്യരായ അതിഥികളെ, IMCC GCC സംഘടനയുടെ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സുനിൽ കുമാർ, അബ്ദുൽ വഹാബ് എന്നിവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് സംഘാടകർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മെഹബൂബെ മില്ലത്ത് എന്ന് അടുത്ത് പ്രവർത്തിച്ച സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ എല്ലാവരും എപ്പോഴും വിളിച്ചിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ്. ദീർഘകാലം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനുമായി ശക്തമായ പോരാട്ടം നടത്തിയ പാർലമെന്റേറിയനായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ്. അദ്ദേഹത്തിന്റെ പ്രൗഢോജ്വലമായ പാർലമെന്റ് പ്രസംഗങ്ങൾ ഞാൻ പലവരും വായിച്ചിട്ടുണ്ട്. പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഡൽഹിയിൽ ചെന്നപ്പോൾ പാർലമെന്റ് ലൈബ്രറിയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില പ്രസംഗങ്ങൾ പരതി നോക്കാനും വായിച്ചാനും എനിക്ക് അവസരം കിട്ടിയില്ല. ആ പ്രസംഗങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വ്യക്തതയാർന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്കെല്ലാം ആവേശം നൽകുന്നതായിരുന്നു. കേരളത്തിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ദേശീയ അടിസ്ഥാനത്തിലായിരുന്നു. ദേശീയ നേതാവ് എന്ന പേരിൽ അന്വർത്ഥമാക്കിയ നേതൃത്വ പാടവമാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ദീർഘകാലമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് ഏറ്റവും ദുഃഖകരമായ വിഭജനാനന്തരം ഭരണഘടന രൂപം കൊള്ളുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം, മതനിരപേക്ഷത എന്ന തത്വങ്ങൾക്ക് ഊന്നൽ നൽകി. മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ശക്തമായ വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ അക്കാലത്ത് ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നാൽ ഭരണകർത്താക്കളിൽ നിന്ന് പലപ്പോഴും ഭരണഘടനയിലെ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വരികയുണ്ടായി. ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും വർഗീയ കലാപങ്ങൾ, സാമുദായിക അസ്വസ്ഥതകൾ ഇതെല്ലാം പൊട്ടിപ്പുറപ്പെടുകയും അതിലെല്ലാം ഇന്ത്യയിൽ ഏറ്റവും പ്രബല മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം ജനത വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത അനുഭവങ്ങളുണ്ടായിരുന്നു. നേരത്തെയുള്ള കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തും വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ആ കലാപങ്ങളിലെല്ലാം ഇരയാകേണ്ടി വന്നത് പാവപ്പെട്ട മുസ്ലിം ജനതയാണ്. ആ കാലഘട്ടങ്ങളിലെല്ലാം മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണത്തിനായി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന നേതാവായിരുന്നു ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സേഠ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം അറിയപ്പെട്ടത്. രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു നേതൃത്വം എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള അംഗീകാരവും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. ഇതെല്ലാം വളരെ ചെറുപ്പകാലത്ത് തന്നെ ആവേശത്തോടെ നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ നിലപാടുകളോടുള്ള തന്റെ എതിർപ്പ് അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പരസ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്നു. അത്തരം നിലപാടുകളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് വേർപെടാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. അദ്ദേഹം നേതൃത്വം നൽകി പടുത്തുയർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മനസ്താപം, മാനസിക സംഘർഷങ്ങൾ ആർക്കും ഊഹിക്കാവുന്നതേ. ആ വേർപെടൽ
രാഷ്ട്രീയ അവസരവാദികൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്കോ അധികാര സ്ഥാനങ്ങൾക്കോ വേണ്ടിയായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം ഉയർത്തുന്നത്. ഒരു ആദർശത്തിന് വേണ്ടിയായി, ഒരു ജനവിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായി, അതിനുവേണ്ടിയുള്ള ഉറച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുമായി യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വേദി സംഘടിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുക്കുകയും വിജയകരമായ നിലയിൽ ആ യോജിച്ച പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇന്ന് സേഠ് സാഹിബിനെ നാം അനുസ്മരിക്കുമ്പോൾ പാർലമെന്റിൽ സേഠ് സാഹിബിനെ പോലെയുള്ള പാർലമെന്റേറിയന്മാരുടെ അഭാവം നിഴലിച്ചു നിൽക്കുന്നത് നേരിട്ട് കാണാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സേഠ് സാഹിബിനെ പോലുള്ളവരുടെ വിയോഗത്തിന്റെ നഷ്ടം കൃത്യമായി അളന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ പിൽക്കാലത്തും പാർലമെന്റ് മെമ്പർമാർ ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, മന്ത്രി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർണായകമായ സന്ദർഭങ്ങളിൽ തങ്ങളുടെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശത്തെക്കാൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനും അധികാര താല്പര്യത്തിനും അവർ വിധേയമായി പോയി എന്നത് വളരെ ദുഃഖകരമായ അനുഭവമാണ്. ഞാൻ ആരെയും വ്യക്തിപരമായി പരാമർശിക്കുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം സേഠ് സാഹിബിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നേരത്തെ നടത്തിയ പോരാട്ടങ്ങൾക്ക് വളരെയേറെ പ്രസക്തി വർദ്ധിച്ചിട്ടുള്ള ഒരു കാലമാണ്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല, പല പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കാൻ. ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലാണ്. 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബാക്കി നടക്കാനിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗങ്ങൾ നൽകുന്ന സൂചനകൾ വളരെ അശുഭകരമാണ്. മുസ്ലിങ്ങൾക്ക് സംവരണം എന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ഭരണഘടന നൽകുന്ന സംരക്ഷണ ഉറപ്പിന്റെ ലംഘനമാണ് പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു ഭരണകർത്താവിൽ നിന്നുണ്ടാകുന്നത് എന്നത് വളരെ ദുഃഖകരമാണ്, ലജ്ജാകരമാണ്. അത് മാത്രമല്ല, 1ാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം അവസാനിച്ചപ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് രാജ്യത്ത് ഒരു തരത്തിലുള്ള തരംഗവും ഇല്ല എന്നതിന്റെ സൂചനയാണെന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ജനുവരി 22-ന് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി എന്ന ഉറപ്പിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം BJP നീങ്ങുന്നത്. പക്ഷേ മോദി ഗ്യാരണ്ടി എന്ന പേരിൽ അദ്ദേഹം ഉയർത്തിയ വാദഗതികളൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ പ്രതികരണം. അവിടം തൊട്ട് അദ്ദേഹം അസ്വസ്ഥനാണ്, BJP നേതൃത്വം അസ്വസ്ഥരാണ്. കടുത്ത വിഭാഗീയത സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാവുന്നത്. തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൂടുതൽ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് നൽകാനുള്ളതാണോ? പച്ചയായി ചോദിക്കുക. ഇത്രയും മോശമായ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം നമ്മൾ ആരും കേട്ടിട്ടില്ല. RSSന്റെയും ഹിന്ദു വർഗീയവാദികളുടെയും തീപ്പൊരി നേതാവായിരുന്ന തൊഗാഡിയെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നയാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആപൽക്കരമാണ്. അത് നൽകുന്ന അപായ സൂചനകൾ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. മറ്റൊരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധ്യം അദ്ദേഹത്തെ വേട്ടയാടുന്നു. 2 വട്ടം 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് കാര്യങ്ങൾ വിജയത്തിലേക്ക് എളുപ്പമല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ബോധ്യം അവർക്കുണ്ടായിരിക്കും. 400 സീറ്റ് എന്ന പ്രഖ്യാപനവുമായിട്ടാണ് BJP തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വലിയ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷെ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടുമോ എന്ന കാര്യത്തിൽ തന്നെ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്.
ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ പല സംസ്ഥാനങ്ങളിലും യോജിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് ശുഭകരമായ അവസ്ഥ. യു പിയിലും ബീഹാറിലും പോലും മതനിരപേക്ഷ പാർട്ടികളുടെ നിലപാടുകൾ BJPക്ക് വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര NCPയിലും ശിവസേനയിലും പിളർപ്പുണ്ടാക്കിയെങ്കിലും മഹാവികാസ് അഗാഡി എന്ന് പറയുന്ന കോൺഗ്രസ്, NCP, ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന, ഇടതുപക്ഷ പാർട്ടികൾ എല്ലാം അടങ്ങുന്ന മുന്നണിയോട് BJP സഖ്യത്തിന് വിജയം വരിക്കാനാവില്ല എന്നൊരു പ്രതീതി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതെല്ലാം നൽകുന്ന സൂചനകൾ മതനിരപേക്ഷ ശക്തികൾക്ക് യോജിച്ചു നിന്നാൽ നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ്. ഈ സാഹചര്യത്തിലും വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കാലിടറുന്നുണ്ട് എന്ന കാര്യം ദുഃഖകരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് നൽകിയ സൂചനകൾ ദേശീയ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ യോജിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് യോജിച്ചതായില്ല. ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു? RSS, BJP നേതൃത്വം നൽകുന്ന വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ അതോ BJP ആണോ? കേരളത്തിൽ വന്ന് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ എന്താണ് പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഏവരെയും ഞെട്ടിപ്പിച്ചതാണ്. ഇതാണോ ദേശീയ തലത്തിലുള്ള മതനിരപേക്ഷ ശക്തികളുടെ ഐക്യത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം? എന്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJPയുടെ ഘടകകക്ഷികളെ പോലെയാണ് CBI, ED, ഇൻകം ടാക്സ്, NIA തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായിരിക്കുകയാണ്. EDയും മറ്റ് കേന്ദ്ര ഏജൻസികളും ഇതുവരെ ചാർജ് ചെയ്ത കേസുകളുടെ 90% പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ നേതൃത്വം നൽകുന്ന സർക്കാരിലെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പേരിലാണ്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്? നേരിട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെ ആ കേസിൽ കിട്ടിയിട്ടില്ല. മദ്യ നയത്തിൽ ഡൽഹി ഗവൺമെന്റ് വരുത്തിയ മാറ്റത്തെ തുടർന്ന് സ്വകാര്യ മദ്യഷാപ്പുകൾ തുറക്കാൻ ലൈസൻസ് നൽകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർന്നു. ദൗർഭാഗ്യത്തിന് ഡൽഹിയിലെ കോൺഗ്രസ് നേതാവ് തന്നെയാണ് പരാതിക്കാരൻ. മനീഷ് സിസോദിയയുടെ പേരിലും കെജ്രിവാളിന്റെ പേരിലും അഴിമതി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് മറയാക്കി അന്വേഷണം നടത്തുന്നു. മനീഷ് സിസോദിയെ ഒരു കൊല്ലക്കാലമായി ജയിലിലാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി, ഒരു കമ്പനിയുടെ ഡയറക്ടർ, മാപ്പ് സാക്ഷിയായി മാറുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട മൊഴി നൽകി ചെയ്തതിനെ ആയുധമാക്കിയാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നത്. മറ്റൊരു തെളിവില്ല. ജാർഖണ്ഡ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ 2 മാസത്തിലധികമായി ജയിലിലാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ജാർഖണ്ഡ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ BJP ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പേരിലും നിസ്സാരമായ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ ആരോപണങ്ങൾ വന്നാൽ, അന്വേഷണം വന്നാൽ, അവർ BJPയിലേക്ക് മാറിയാൽ ഒരന്വേഷണവുമില്ല. ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് നേതാവായിരുന്ന കാലത്ത് ആരോപണത്തിന് വിധേയനാളാണ്. അന്വേഷണം ഉണ്ടായിരുന്നു. രാജിവെച്ച് BJP ചേർന്നപ്പോൾ എല്ലാ അന്വേഷണവും അവസാനിച്ചു. പ്രഫുൽ പട്ടേൽ മറ്റൊരു ഉദാഹരണം. നിരവധി ആളുകളുണ്ട്, ഞാൻ എല്ലാ പേരുകളും പറയുന്നു. ഈ വിധത്തിലാണ് ദേശീയ രാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും പ്രതിപക്ഷത്തെ അമർച്ച ചെയ്യാനും
അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് 2019-ലാണ്. പാർലമെന്റ് ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ ഭൂരിപക്ഷമുള്ളവർക്ക് പാസ്സാക്കാൻ സാധിച്ചു. എന്നാൽ അത് നടപ്പാക്കുന്നത് അവർ വൈകിച്ചു. എന്തുകൊണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിതത്തിന്റെ തൊട്ടടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ ഇറക്കി, വിജ്ഞാപനം ഇറക്കി, റൂൾസ് ഫ്രെയിം ചെയ്ത് വിജ്ഞാപനം ഇറക്കി. ഇത് സൃഷ്ടിക്കുന്ന ഭയം മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗത്തെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. കാരണം ആ നിയമം നടപ്പാക്കിയ അതിന്റെ ഭാഗമായി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRC നടപ്പാക്കിയാൽ, അല്ലെങ്കിൽ പോപ്പുലേഷൻ രജിസ്റ്റർ നടപ്പാക്കിയാൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും. ആരെയൊക്കെയാണ് പിടികൂടുക നമുക്കറിയില്ല. ഏതെല്ലാം വിഭാഗങ്ങളെയാണ് അവർ കൊടുക്കാൻ പോകുന്നറിയില്ല. ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമെന്ന് അമിത്ഷാ വെല്ലുവിളിച്ച് നടക്കുക. രാജ്യദ്രോഹികളായ കുടിയേറ്റക്കാർക്ക് വേണ്ടിയാണോ നിങ്ങൾ നിലകൊള്ളുന്നതെന്നാണ് മതേതര പ്രതിപക്ഷ പാർട്ടികളെ നോക്കി അമിത്ഷായും BJPയും RSSും ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ്? 10 വർഷത്തെ ഭരണത്തിന്റെ ഏതെങ്കിലും നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് വിവരിക്കാനില്ല. 2014 മുതൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു വാഗ്ദാനവും നിറവേറ്റിയിട്ടില്ല. പ്രതിവർഷം 2 കോടി തൊഴിൽ, വിലക്കയറ്റം തടയൽ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകൽ തുടങ്ങിയ ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ, വാഗ്ദാനങ്ങൾ 2014 നിരത്തി വെച്ചു. 2019 വരുമ്പോൾ പുൽവാമയിലെ ഭീകരാക്രമണത്തിന്റെ മറപിടിച്ച് ദേശീയ സുരക്ഷ എന്ന പ്രശ്നം മറ്റെല്ലാറ്റിന്റെയും മുൻപന്തിയിലേക്ക് തള്ളിയാണ് 2019 തെരഞ്ഞെടുപ്പ് വിജയിക്കാനിടയായത്. അത് സംബന്ധിച്ച് അന്ന് കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് എന്ന RSSകാരൻ പിന്നീട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന്റെ ഫലം അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരന്തരമായ CBI റെയ്ഡ് നടക്കേണ്ടി. ഈ വിധത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിട്ടി മെതിക്കുന്ന RSS BJP ശക്തികൾ ഭരണവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ രാജ്യത്ത് ഈ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നത് നമുക്ക് ആശ്വാസകരമാണ്. തമിഴ്നാട്ടിലെ ഗവൺമെന്റും ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു. ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്നതല്ല, പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ച 2 സംസ്ഥാന സർക്കാരുകളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനത്തൊന്നും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ ഇടതുപക്ഷ പാർട്ടികൾ, CPI പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾക്ക് പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പരാമർശവും നടത്താൻ സാധിച്ചില്ല. അവരുടെ മാനിഫെസ്റ്റോയുടെ ഡ്രാഫ്റ്റിൽ CAA ഭേദഗതി സംബന്ധിച്ച ഒരു പരാമർശം ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ രൂപം വന്നപ്പോൾ അത് ഒഴിവാക്കി. എങ്ങനെയാണ് മതനിരപേക്ഷ ശക്തികൾക്ക് ആവേശം നൽകുക ഈ കോൺഗ്രസ് പാർട്ടി? തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്ന BJPയെ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് നേരിടാൻ കഴിയുമെന്ന മൗഢ്യം കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിക്കേണ്ടതാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യമാണ്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. അതിനുവേണ്ടി ഉറച്ചു നിന്നാൽ മാത്രമേ ജനങ്ങളെ ഐക്യപ്പെടുത്താനും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ. വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടും. ഇതുപോലുള്ള നിയമങ്ങൾ പാർലമെന്റിൽ വരുമ്പോൾ സേഠു സാഹിബ് പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. അദ്ദേഹം നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇന്ന് പാർലമെന്റിലുള്ള മെമ്പർമാരുടെ പ്രകടനവും സേഠു സാഹിബ് ഓരോ പ്രശ്നത്തിലും മുമ്പെടുത്തിരുന്ന നിലപാടുകളും തമ്മിലുള്ള വ്യത്യാസം ഏത് കൊച്ചുകുട്ടിക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്നതായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുക മാത്രമല്ല,
രാജ്യത്താകെയുള്ള ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് ആവേശം കൊള്ളിക്കത്തക്ക നിലയിൽ രാഷ്ട്രീയമായി ആ വിഷയത്തെ ഉയർത്താൻ മുൻപന്തി ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വലിയ നഷ്ടം. എങ്കിലും ഇവിടെ നേരത്തെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകാ പുരുഷനായിരുന്ന സേഠ് സാഹിബിന്റെ ഉജ്ജ്വലമായ സ്മരണകൾ ഈ കാലഘട്ടത്തിലെ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ശക്തി പകരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നാഷണൽ ലീഗ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും ഐക്യപ്പെടുത്തുന്നതിലും നല്ല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു. മെഹബൂബെ മില്ലത്ത് സേഠ് സാഹിബിന്റെ രാഷ്ട്രീയ ആദർശങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ കൈക്കൊള്ളുന്ന ധീരമായ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.